സൊമാറ്റോയിൽ കൂടുതൽ ഏണിങ്സ് കിട്ടാനുള്ള കിട്ടില്ല ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വണ്ടി സർവീസിലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ കാണുന്നത് അതല്ല ഇത് കാണുന്ന വണ്ടി ഗൈസ്. ഞാൻ മനാഫ് നമ്മൾ രാവിലെ നമ്മുടെ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. സമയം ഉച്ചയായി. വണ്ടി നമ്മുടെ ഹെൽത്ത് നോക്കണ പോലെ നമ്മുടെ വണ്ടിയും നോക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാകണ ഈ ഒരു മുതലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ചാണ് നമ്മൾ ആ ഒരു ഡ്രീം സക്സസ് ആക്കാൻ നോക്കണം. വെച്ചാൽ സൊമാറ്റോ ഈ വണ്ടിയും വേണം നമുക്ക്. നമ്മളെ ഹെൽത്ത് നോക്കണമല്ലോ ഈ വണ്ടിയും നോക്കണം. കേസ് ഞാൻ പറഞ്ഞുതരാൻ വേണമെന്നില്ല, കൂടുതൽ ഏണിങ്സ് കിട്ടാൻ വേണ്ട കാര്യമില്ല. 2-3 കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം. എനിക്ക് കിട്ടുന്ന ഏണിങ്സ് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യണം ഒരേ വർക്ക് ആയിരുന്നു. നമുക്ക് അങ്ങനെ വേറെ തിരിവൊന്നുമില്ല. സൊമാറ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ഓർഡർ കിട്ടത്തുള്ളൂ. ഡിലേ വരുത്തരുത്, അതാണ് മസ്റ്റായിട്ടുള്ള കാര്യം. നമ്പർ 1 കാര്യം അതാ. പിന്നെ ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ നോക്കി ഓഫാക്കി ഇട്ടിട്ട് ഫുഡ് കഴിക്കും. 15 ടൈമുണ്ട്, എക്സ്ട്രാ ടൈമുണ്ട് ഉച്ചക്ക്. 12 to 2 15 മിനിറ്റ് എക്സ്ട്രാ ടൈമുണ്ട്. അപ്പോൾ ആ ടൈം ഞാൻ ഓഫാക്കിയിട്ട് ഫുഡ് കഴിക്കണം. ഒരു 10-12 മിനിറ്റ് മതി ഫുഡ് കഴിക്കാൻ, ബാക്കി ഓണാക്കിയാൽ മതി. അതേപോലെ നിങ്ങളും അതേപോലെ വെറുതെ ഓർഡർ അടിച്ച മാക്സിമം അറ്റൻഡ് ചെയ്ത് കൊടുത്തുവെച്ചാൽ മതി. ഓർഡർ നമ്മൾ ഡിലേ വരുത്താണ്ടിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്യണ പാറ്റേണൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വർക്ക് ചെയ്യണത് രാവിലെ 7 to രാത്രി 12 മണി വർക്ക് ചെയ്യണം. പക്ഷെ ഞാൻ ബുക്ക് ചെയ്യണ ജിഗ് എന്ന് പറയണത് 7 to രാത്രി 10 മണി വരെ. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ 7 to 10 മണി വരെ ഞാൻ വർക്ക് ചെയ്യും. വെച്ചാൽ 10 ഒരു 9:50 ആകുമ്പില്ലേ ഓഫാക്കും ഞാൻ. ഓർഡർ ഉണ്ടെങ്കിൽ ഓഫാകത്തില്ല, ഓർഡർ ഇല്ലാത്ത കാര്യം. ഓർഡർ അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഓഫാക്കും. ഓഫാക്കി കഴിഞ്ഞ് സൊമാറ്റോ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും, ബുക്ക് ചെയ്ത് ഇത്ര രൂപ കിട്ടുമെന്ന് പറയും. അപ്പം അവൻ 11 മണി ബുക്ക് ചെയ്യും. അപ്പോൾ 11 വിളിച്ചില്ലെങ്കിലും ബുക്ക് ചെയ്യും. സൊമാറ്റോ വിളിച്ചില്ലെങ്കിലും ബുക്ക് ചെയ്യും. പക്ഷേ അപ്പം തന്നെ ബുക്ക് ചെയ്ത് അടിക്കുന്ന പിന്നെ പടയൊന്നും ഓർഡർ അടിക്കും. നമുക്ക് കൺഫേം ആയിട്ട് ഓർഡർ അടിക്കും. അങ്ങനെ 11 മണിക്ക് ചെയ്യും. അതിന് പിന്നെയും വിളിച്ചാലില്ലെങ്കിലും 12 മണിക്ക് പോയി. അങ്ങനെ ആ 2 അവർ കംപ്ലീറ്റ് ചെയ്യും. നല്ല ആ 2 അവർ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് അറിയുകയും ചെയ്തു. പക്ഷേ എക്സ്ട്രാ ബുക്ക് ചെയ്യണമല്ലേ, നമ്മൾ 10 മണിയുടെ ബുക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എക്സ്ട്രാ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ സൊമാറ്റോ ഇങ്ങോട്ട് ഓർഡർ തരും. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ എത്ര മണി വരെ വർക്ക് ചെയ്യണം അതിനേക്കാൾ 2 അവർ മാക്സിമം കുറച്ച് ബുക്ക് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ആ സമയവും മാത്രം എക്സ്ട്രാ ബുക്ക് ചെയ്താൽ മതി. സൊമാറ്റോ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തേക്കാം. എന്നാലും ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ അപ്പം തന്നെ ഓർഡർ അടിക്കും കൺഫേം. ഞാൻ ആ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യണം, നിങ്ങൾക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ ഒരു മെനു വെച്ചില്ലേ ഹോട്ടലിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും കഴിക്കണം ഇടിയപ്പം, ദോശ, അപ്പം അങ്ങനെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വെച്ചാൽ മെയിൻ കൂടുതൽ ഇതുള്ള സോൺ കാണിക്കും നമ്മുടെ ഇതിൽ ഏരിയകളാണ്. അപ്പോൾ അവിടെയും പോകണം. നമ്മൾ ഇങ്ങനെയുള്ള സോൺ ബൈക്കാട്ടൊക്കെ അപ്പോൾ ഗോകുല വിട്ടുവരും. ആ ഒരു ഇതൊക്കെ രാവിലെയൊക്കെ നല്ലപോലെ അടിക്കും. ഉച്ചക്കാണെങ്കിലും അറിയാല അൽഫാം അങ്ങനെയുള്ള കടകൾ, വൈകുന്നേരം ആണെങ്കിലും ഷവർമ. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ കട ബൈക്കാട്ട് വെച്ചാൽ നമുക്ക് ആ ഒരു കടയിലൊക്കെ ആ ഒരു ബൈക്കാട്ട് ആ ഒരു ഏരിയയിലൊക്കെ പോയി നിന്ന് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ തന്നെ ഓർഡർ അടിക്കുകയും ചെയ്യും കൺഫേം. മെയിനായിട്ട് ഓർഡർ ഡിലേ വരുത്തേണ്ടതായി. ഓൾമോസ്റ്റ് എല്ലാ കടകളും എല്ലാ റെസ്റ്റോറൻറ്റും എനിക്കറിയാം. വെച്ചാൽ ഓർഡർ അടിക്കുമ്പോൾ തന്നെ ഞാൻ ആ സ്പോട്ടിൽ അങ്ങോട്ട് ചെല്ലും, അവിടെ നിന്ന് കളക്ട് ചെയ്യും. കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ മാത്രമേ നോക്കാറുള്ളൂ ഓൾറെഡി. പക്ഷേ നിങ്ങൾക്ക് ഒരു 1 month 2 month വർക്ക് ചെയ്യാൻ ഏകദേശം ഐ ഡി കിട്ടി. ഇപ്പോൾ തന്നെ വർക്ക് ചെയ്തിട്ട് 100 ദിവസം കഴിഞ്ഞ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐ ഡി കിട്ടും വർക്ക് ചെയ്യാവുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റ് ആവുമ്പോൾ തന്നെ അങ്ങോട്ടുള്ള വഴിയൊക്കെ ഇട്ട വഴിയാണെങ്കിൽ നമ്മൾ പോകും. അവിടെ ചെല്ലുക, റീച്ച് കൊടുക്കുക, സാധനം എടുക്കുക, പിക്കപ്പ് ചെയ്യുക, പോയി. ആദ്യത്തെ ഒരു പാടേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ചാളെ നമുക്ക് മനസ്സിലാവും ഇന്ന റെസ്റ്റോറൻറ്റ് അടിക്കുമ്പോൾ തന്നെ ഇന്ന റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് ചെല്ലുക. അത്ര പണ്ട് അവിടെ നിന്ന് പരിപാടി കിടി പതിയെ പോകുക, നമ്മളെ കാര്യം നോക്കുക, നമ്മുടെ വണ്ടി കാര്യം നോക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ചില്ലായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തണം. അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് തോന്നും വർക്ക് ചെയ്യാൻ. ഇപ്പം ഞാൻ തന്നെ വർക്ക് ചെയ്യാറുണ്ടല്ലേ, കസ്റ്റമർ ലൊക്കേഷനൊക്കെ മാറ്റി നമുക്ക് അവരെ തെറി പറയാം, പലതും പറയാൻ തോന്നും. പക്ഷെ നമ്മളൊന്നും പറയരുത്. നമ്മളൊക്കെ മനസ്സിലും ചിരി, നമ്മൾ ഫുഡ് എടുക്കുമ്പോഴായപ്പോൾ ചിരിക്കുക. അപ്പം നമുക്ക് അവർ സ്മൈൽ കിട്ടും. അത്രേ ഉള്ളൂ. വർക്ക് ചെയ്യുമ്പോൾ ചില്ലായിട്ട് വർക്ക് ചെയ്യണം. അതിപ്പോൾ എന്ത് ജോലിയാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ആ ജോലിക്ക് ഒരു ഹാർഡ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചില്ലായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ആ ജോലിയിൽ ഹാർഡ് തോന്നത്തില്ല. ഞാനിപ്പോൾ അങ്ങനെ ഒരു സൊമാറ്റോ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ ഒറ്റക്കാണ് ഈ ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊന്നും ഇടാണ്ടാണ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പണ്ടൊക്കെ വേണ്ടി നിർത്തിപ്പോയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് ഞാൻ കയറി പോകണം ഗൈസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സപ്പോർട്ട് വേണം. നമുക്ക് എന്തായാലും 1095 ദിവസം കഴിയുമ്പോൾ നമ്മൾ മുതൽ അങ്ങോട്ട് എടുക്കും. ടൂറിസ്റ്റ് ബസ് ഏത് സാധാരണക്കാരൻ വിചാരിച്ചാൽ പോലും എന്തും എടുക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം നമുക്ക്, അല്ലേ ഗൈസ്? അപ്പോൾ ഏതൊരു ചെറിയ ജോലിയിൽ നിന്ന് എത്ര വലിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, ബൈ.